സോ ഫൈനലി വി റീച്ച് മണാലി വോൾവോ ബസ് സ്റ്റേഷൻ എന്നാണ് ഈ സ്ഥലത്തെ പറയുന്നത്. തിരിച്ചു പോകാനും ഇവിടെ തന്നെയാണ് വരുന്നത്. വന്നിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കച്ചവടക്കാർ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ആയിട്ട് നമുക്ക് ചുറ്റും കൂടും. യൂഷ്വലി ഇവരുടെ ചാർജ് ഇച്ചിരി കൂടുതലായിരിക്കും. ബാർഗെയിൻ ചെയ്യാൻ മറക്കരുത്. ഈ മാർച്ച് മിഡിലും ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പപ്പയൊക്കെ നിന്ന് കിട്ടിക്കിട്ടാ വിറയ്ക്കുവാണ്. 34-38 ചൂടിലൊക്കെ ജീവിക്കുന്ന നമുക്ക് 3-2 ഒക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. ഇവിടുന്ന് ഞങ്ങളൊരു ടാക്സിയിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന സ്നോ ഹിൽ എന്ന ഹോട്ടലിലേക്ക് പോയി. മണാലിയിൽ ആസ് ഓഫ് നോ ഊബർ ഇല്ല കേട്ടോ. അതുകൊണ്ട് കാര്യമായ ബാർഗെയിൻ സ്കില്ല് വേണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. നല്ലൊരു സറൗണ്ടിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ചുറ്റും ആപ്പിൾ മരങ്ങളും പിയറും പ്ലമ്മും ഒക്കെയാണ് കേട്ടോ. ബട്ട് എല്ലാം ഇല കൊഴിഞ്ഞ് തളിരിടാൻ വിമ്പി നിൽക്കുവാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രൂട്ട്സ് ആയി നിൽക്കും എന്ന് ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല കോസി റൂം. ഇവിടെ നിന്നുള്ള വ്യൂ ബ്രെത്ത് ടേക്കിംഗ് ആണ് കേട്ടോ. സ്നോ നിറഞ്ഞ മൗണ്ടൻസും നിരനിരയായി വീടുകളുള്ള പച്ച താഴ്വാരങ്ങളും. ഫ്രഷായി റെസ്റ്റ് ഒക്കെ എടുത്ത് ഉച്ചയോടെ സൈറ്റ് സീനിന് പോകാം എന്നാണ് പ്ലാൻ. ഭയങ്കര തണുപ്പാണ്, ഞാനെങ്ങും വരുന്നില്ല എന്ന് പറഞ്ഞ് പുതച്ചു മൂടി കിടക്കുകയാണ് പപ്പ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ എയർ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. ടിബറ്റുകാരുടെ സൂതിങ് ആയിട്ടുള്ള മണിയൊച്ചയും വിൻ ചിംസും ഇടയ്ക്കിടെ ഇങ്ങനെ കേൾക്കാം. ഇവിടെ മിക്കവാറുമുള്ളവരുടെ പേരിന് അവസാനം ലാമ എന്നുകൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് യോദ്ധ എന്ന മൂവിയുടെ സീൻസ് ആണ് ഓർമ്മ വന്നത്. മണാലിയിലെ മൊണാസ്ട്രീസ് ഒക്കെ ടിബറ്റൻ കൾച്ചറും ആർക്കിടെക്ചർ സ്റ്റൈലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോറീസും എക്സ്പീരിയൻസുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടു കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്.